നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കുറച്ച് കടം മേടിച്ചു എന്ന് വിചാരിക്കുക. ഈ പൈസ നിങ്ങൾ അങ്ങേർക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കാണിക്കുന്ന ഒരു പ്രോപ്റ്റ്നെസ്, അതിനെയാണ് ശരിക്കും ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ക്രെഡിബിലിറ്റി ഫാക്ടറാണ് ഡെറ്റ് മാർക്കറ്റ്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിനെ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്. ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് അങ്ങേയറ്റം വരെ, ഏറ്റവും ബേസിക് തുടങ്ങി അങ്ങേയറ്റം വരെ ഫുള്ളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇതിനു മുമ്പ് 6 വീഡിയോസ് വേറെ ചെയ്തിരുന്നു. അതെല്ലാം അതും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് എൻ്റെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടിട്ട് വരിക. അപ്പോൾ ആ ഒരു പഠിത്തം, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ബെനിഫിറ്റ് വേണമെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോസും ഒന്നൊന്നായിട്ട് കാണണം. ഒത്തിരി നല്ല ഫീഡ്ബാക്സും റിവ്യൂസും നിങ്ങളുടെ നിന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളിത് തുടരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അറ്റ് ദ സെയിം ടൈം ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു പോർട്ടലിൽ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വളരെ പുതിയൊരു ചാനലാണ്. അതിനകത്ത് തോമസ് വർഗീസ്, അതായത് ഈ താഴെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക, അതിലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അതിനകത്ത് ഒത്തിരി ന്യൂസുകൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടും മ്യൂച്വൽ ഫണ്ട്സിന് റിലേറ്റഡ് ആയിട്ടും അല്ലാത്ത കുറേ US ഇന്റർനാഷണൽ മാർക്കറ്റിലായിട്ടുള്ള എല്ലാ ന്യൂസുകളും ഞാൻ പതുക്കെ അതിനകത്തും ഷെയർ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലോങ്ങർ ടേമിൽ അത് ഗുണകരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ കണ്ടിരിക്കുന്നത് 2 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ട്സിലോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. 2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു കളിയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലില്ല. തമാശയായിട്ട് പറഞ്ഞാണ്, പക്ഷെ കൂടുതലും നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഒരു ട്രെൻഡ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡെറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ കടപ്പത്രങ്ങളുടെ മാർക്കറ്റ് ഇന്ത്യയിൽ വളരെ ചെറുതാണ് കമ്പയർഡ് ടു ദ ഇക്വിറ്റി മാർക്കറ്റ്. പക്ഷെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US-ലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ ഓസ്ട്രേലിയയിലോ ഇതേപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള പല കൺട്രീസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡെറ്റ് മാർക്കറ്റ് ഇക്വിറ്റി മാർക്കറ്റിനേക്കാളും വലുത് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ട് വരും അവിടുത്തെ ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ഡെറ്റ് മാർക്കറ്റും വളരെ വളരെ നല്ല രീതിയിൽ വളരും. അതുകൊണ്ടാണ് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾ അങ്ങേ അറ്റം വരെ കാണുന്നത്, ഈ വീഡിയോയുടെ അവസാനം വരെ കട്ട് ചെയ്യാതെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റിലെ ഏറ്റവും റിസ്കി ആയിട്ടൊരു അസറ്റ് ചിലപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിരിക്കും, ഇന്ത്യൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്നും അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള ബേസിക് തുടങ്ങി വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ വേറൊന്നും വേണ്ട, താഴെ തൊട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ആ ലൈക്ക് ബട്ടൺ എന്ന് പറയുന്നത്. ഡെറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് മനസ്സിലാക്കാനേക്കാളും തൊട്ട് മുമ്പ് നമ്മൾ അറിയേണ്ട 2 കാര്യങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു ക്യാപിറ്റലിന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ 2 വഴികളാണ്. ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുക, ഓണർഷിപ്പ് ഇഷ്യൂ ചെയ്യുക. ആ ഇക്വിറ്റി നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യാപിറ്റൽ കിട്ടും, ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇക്വിറ്റിയാണ് കിട്ടുന്നത്. 2 എന്ന് പറയുന്നത് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുക, അല്ലേ? നമ്മുടെ കമ്പനി എന്നുള്ള രീതിയിൽ നമ്മളൊരു പേപ്പർ ഇഷ്യൂ ആണ്, നിങ്ങൾ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഇത്രയും നാളത്തിനുള്ളിൽ തരാം എന്ന് പറയുന്ന ഒരു കടപ്പത്രം ഇഷ്യൂ ചെയ്യാനാണ് 2ാമത്തെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ 2ാമത്തെ കടപ്പത്രത്തിന്റെ വഴിയിലൂടെ മാത്രം ട്രാവൽ ചെയ്യുന്നൊരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയാണ് ഈ ഡെറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി 4 ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് അൾട്രാ ഷോർട്ട് ടേം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഈ അൾട്രാ ഷോർട്ട് ടേം എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനീസ് എല്ലാവരും തൽക്കാലമായിട്ട്, കമ്പനീസ് മാത്രമല്ല ഇൻഫാക്ട് ഇൻഡിവിജ്വൽസും അതെ, തൽക്കാലമായിട്ട് ഫണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അൾട്രാ ഷോർട്ട് ടേം എന്ന് പറയുന്ന കാറ്റഗറി. അൾട്രാ ഷോർട്ട് ടേമിൽ നമ്മൾ മേടിക്കാൻ പോകുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഉണ്ടാവില്ല. ഓരോ പേപ്പേഴ്സിനും ഓരോ മെച്യൂരിറ്റി ഉണ്ടാവും. ആ അൾട്രാ ഷോർട്ട് ടേം കാറ്റഗറിയിലെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 ദിവസം തുടങ്ങി 91 ദിവസം വരെയുള്ള പേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും വളരെ ലോ മെച്യൂരിറ്റി ഉള്ള പേപ്പേഴ്സ് ആണ്. അത് തന്നെയാണ് ആ കാറ്റഗറിയുടെയും ഉദ്ദേശം. ചെറിയൊരു ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്നതിനേക്കാളും മാർജിനലി കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുക, പുറത്തു വരിക. അതാണ് അൾട്രാ ഷോർട്ട് ടേം എന്ന് പറയുന്ന കാറ്റഗറി ഉള്ളത്. 2ാമത്തെ ഡെറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഷോർട്ട് ടേം കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതിനെ ഉദ്ദേശിക്കുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി മുകളിലേക്ക് ഒരു മെച്യൂരിറ്റി 90 ഡേയ്സ് തുടങ്ങി 360 ഡേയ്സ് വരെ മെച്യൂരിറ്റി ഉള്ള പേപ്പേഴ്സിലാണ് ഷോർട്ട് ടേം കാറ്റഗറി എന്ന് പറയുന്നത്. 3ാമത് എന്ന് പറയുന്നത് മീഡിയം ടേം കാറ്റഗറിയാണ്. മീഡിയം ടേം കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് 1 year പ്ലസ് തുടങ്ങി 3 years to 5 years വരെ ആവാം മീഡിയം ടേം എന്ന് ഡെറ്റ് മാർക്കറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനത്തെ കാറ്റഗറിയാണ് ലോങ് ടേം എന്ന് പറയുന്നത്. ലോങ് ടേം എന്ന് പറയുന്നത് G-Secs, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ
ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ 10 ഇയേഴ്സ് തുടങ്ങി ഈവൻ 30 ഇയേഴ്സ് വരെയുള്ള പേപ്പേഴ്സ് വരെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നമുക്കുണ്ട്. നിങ്ങളിൽ പലവരും കണ്ടു കാണും LIC അങ്ങനത്തെ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഇപ്പോഴേ നമുക്ക് 50 വർഷം കഴിയുമ്പോഴത്തേക്കും 6.5% ഇൻട്രസ്റ്റ് തരാം എന്നൊക്കെ പറയുന്ന, 30 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും 6.5% ഇൻട്രസ്റ്റ് റേറ്റ് തരാം എന്നൊക്കെ പറയുന്ന കുറേ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. അവർ ലോങ് ടേം ഗവൺമെന്റ് പേപ്പേഴ്സ് ബൈ ചെയ്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും 4 രീതിയിലാണ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡിബെഞ്ചർ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന കാറ്റഗറി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ലാർജും സ്മോളും മിഡ് എന്ന് പറയുന്ന പോലെ. ലാർജിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവും സ്മോളിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിന്റെ പേപ്പേഴ്സിനെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ് അത് കാറ്റഗറൈസ് ചെയ്യണത്. ആ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ ഒരു എക്സാമ്പിളാണ് ക്രിസിൽ എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ക്രിസിൽ അല്ലാതെ വേറെ ഐക്ര എന്നൊക്കെ S&P എന്നൊക്കെ പറഞ്ഞ് കുറേ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ ഡെപ്റ്റ് പേപ്പേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അതിന്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് അതിനെ റേറ്റിംഗ് കൊടുക്കുന്നത് ക്രിസിൽ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പൊ ക്രിസിൽ പ്രകാരം നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് തിരിച്ചിരിക്കുന്നത് ഇത്രയും ഘട്ടങ്ങളിലായിട്ടാണ്. അതായത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു 10 പേർക്ക് കടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10 പേർക്ക് നിങ്ങൾ 100 രൂപ വെച്ച് കടം കൊടുത്തിട്ട് 1000 രൂപയാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് കടം എന്ന് വിചാരിക്കാം. ഈ 100 പേരിൽ ഒരാൾ നമുക്ക് പൈസ തിരിച്ചു തരുന്നില്ല. ബാക്കി എല്ലാവരും ചിലപ്പോൾ കുറച്ച് പേര് പെട്ടെന്ന് തരുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് പേര് കുറച്ച് ടൈം എടുത്ത് തരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ, ഇവന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ കാശ് തരില്ല, മറ്റേ ആൾക്ക് പെട്ടെന്ന് തരും, പക്ഷേ ചിലവർ സമയം എടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് സ്കോർസ് എന്ന് പറയുന്നത് AAA, AA എന്നൊക്കെ പറയുന്ന സ്കോർസ് എത്ര പ്രോംപ്റ്റ് ആയിട്ടാണ് ആ കമ്പനീസ് മേടിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് ആ കുറേ ഇൻ്റർവെൽസിലാണ് ഈ കമ്പനീസ് കാശ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ കമ്പനീസ് എത്ര റെഗുലർ ആയിട്ടാണ് കാശ് തിരിച്ചു കൊടുക്കുന്നുണ്ട്, എത്ര ഡിഫോൾട്ട് അവിടെ വരുന്നുണ്ട്, ഒരു രീതിയിലുള്ള ഡിഫോൾട്ട് വരുന്നില്ലെങ്കിൽ വളരെ ഹൈ സ്കോർസും, പക്ഷേ ചില രീതിയിൽ അവിടെയൊക്കെ ഡിഫോൾട്ട് വരികയാണെങ്കിൽ അതുപോലെ റേറ്റിംഗ് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബ്രോഡ്ലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് AAA, AA, BBB, BB, അവസാനം സിയും ഡിഫോൾട്ടും എന്നുള്ള കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങേയറ്റം AAA എന്ന് പറയുന്നത് ഏറ്റവും ഹൈലി ക്രെഡിബിൾ ആയിട്ടുള്ള പേപ്പേഴ്സും, ഏറ്റവും താഴത്തെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആ ലോവസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ പൈസ തിരിച്ച് കിട്ടാതിരിക്കാൻ വരെ ചാൻസ് ഉള്ള പേപ്പറുമായിട്ടാണ് നമ്മളത് ഡിവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളൊരു ഡെറ്റ് ഫണ്ട് പിക്ക് ചെയ്യാതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ പോർട്ട്ഫോളിയോയ്ക്ക് അകത്തേക്ക് പോയിട്ട് ഈ പേപ്പേഴ്സിൽ എത്ര AAA ഉണ്ട്, എത്ര AA ഉണ്ട്, എത്ര A ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു പേപ്പറിന്റെ റിസ്ക് നമുക്ക് അനലൈസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിസിൽ സ്കോർ നിങ്ങളുടെ അടുത്ത് കാണിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഏകദേശം നമ്മുടെ ലാർജും മിഡും സ്മോൾ ഇക്വിറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഈ റേറ്റിംഗ് ഏജൻസിയുടെ AAA, AA, BB എന്നൊക്കെ പറഞ്ഞ് ഇത്രയും റേറ്റിംഗ് കാര്യങ്ങളും ഉള്ളതും അതുകൊണ്ടാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡെറ്റ് ഫണ്ടിന്റെ പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റിസ്ക് എന്തായാലും ഏത് കാറ്റഗറി ഓഫ് ഫണ്ട്സിലും മ്യൂച്വൽ ഫണ്ട്സിൽ റിസ്ക് ഉണ്ട്. പക്ഷെ ഡെറ്റ് ഫണ്ട് ഇക്വിറ്റി ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റിസ്ക് താരതമ്യം കുറവാണെന്നുള്ളതാണ് നമുക്ക് ഡെറ്റ് ഫണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡെറ്റ് ഫണ്ടിന്റെ പെർഫോമൻസ് എഫക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും. അതിൽ ആദ്യത്തെ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, പണപ്പെരുപ്പ്. അത് നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൂടി വരും തോറും നമ്മുടെ ഡെറ്റ് ഫണ്ട്സിന്റെ റിട്ടേൺസിനെ അതുപോലെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുന്തോറും ഇപ്പം $47 ഒരു ബാരലിന് എന്ന് പറയുമ്പോൾ, അപ്പോൾ എത്രത്തോളം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടി വരുന്നോ അത്രത്തോളം ഗവൺമെന്റിനെ വീണ്ടും എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് ഡെറ്റ് ഫണ്ടിനെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ ഡെറ്റ് ഫണ്ട്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഗവൺമെന്റിന് അങ്ങോട്ട് എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളിലാണ് ഡെറ്റ് ഫണ്ട്സിനെ കൂടുതൽ എഫക്ട് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷേ ലിക്വിഡ് ഫണ്ടിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്ന ഒരു ഷോർട്ട് ടേം പ്ലസ് ഏറ്റവും ലോങ്ങർ ടേമുള്ള കാറ്റഗറൈസേഷൻ എല്ലാതും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ആണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓവറോൾ ലിക്വിഡിറ്റിയാണ്. നമ്മുടെ മാർക്കറ്റിനകത്ത് എത്ര കാശുണ്ട്. അതായത് കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ കാശ് സ്പെൻഡ് ചെയ്യാതെ എല്ലാവരും ബാങ്കിങ് സിസ്റ്റത്തിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിന്റെ കൊറോണയെക്കാളും തൊട്ട് മുമ്പ് എല്ലാവരും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ മാർക്കറ്റിലെ ലിക്വിഡിറ്റിയും നമ്മുടെ ഈ പറയുന്ന ഡെറ്റ് ഫണ്ട്സിന്റെ പെർഫോമൻസിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്തുള്ള ഏറ്റവും റിസ്ക് ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള ഒരു പേപ്പറാണ് ഈ ഗവൺമെന്റ്
ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് RBI കുറയ്ക്കുന്നു, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി എത്രത്തോളം ആ റേറ്റ് കുറയ്ക്കുന്നു, റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും എത്രത്തോളം കുറയ്ക്കുന്നു, അത്രത്തോളം റിട്ടേൺസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ എത്രത്തോളം റേറ്റ് കൂട്ടുന്നു അത്രത്തോളം ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ റിട്ടേൺസ് കുറയുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു ഡെറ്റ് പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡെറ്റ് ഫണ്ട് എടുക്കുക, ഡെറ്റ് ഫണ്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, അതിന്റെ ഇൻ ഡെപ്ത് പോർട്ട്ഫോളിയോ നോക്കുക, അതിനകത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കുക. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത്രയും ശതമാനം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് വരാം എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. എന്തൊക്കെയാണ് ഡെറ്റ് ഫണ്ടിന്റെ ഡയറക്റ്റ് റിസ്ക് എന്ന് പറയുന്നത്, എന്തൊക്കെ തരം റിസ്ക് ആണ് ഡെറ്റ് ഫണ്ട്സിനുള്ളത് എന്നുള്ളതാണ്. ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും കുറയും തോറും ഡെറ്റ് ഫണ്ട്സിന് റിസ്ക് ഉണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരികയാണെങ്കിൽ ഡെറ്റ് ഫണ്ടിനെ നെഗറ്റീവായിട്ട് അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഡെറ്റ് ഫണ്ട്സിനെ പോസിറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. ഇനി രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിഫോൾട്ട് റിസ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കടപ്പത്രങ്ങളിലാണ് നമ്മൾ ഡെറ്റ് ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അങ്ങ് തകർന്നു പോവുകയാണെങ്കിൽ ആ കമ്പനി AAA എന്ന് അന്ന് നമ്മൾ പറഞ്ഞ AAA എന്ന് പറയുന്ന സ്കോറിൽ നിന്ന് ഏറ്റവും താഴത്ത് ഡിഫോൾട്ട് എന്ന് പറയുന്ന സ്കോറിലേക്ക് വന്ന് ആ കമ്പനി ഇല്ലാതെ ആവുകയാണെങ്കിൽ ആ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അത്രയും ശതമാനം എത്രയാണോ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളത് അതും നമ്മുടെ റിസ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, IL&FS എന്ന് പറയുന്ന ഒരു വലിയൊരു ലാർജ് കമ്പനി ഉണ്ടായിരുന്നു. അതൊരു 2 to 3 months ഗ്യാപ്പിലാണ് AAA തുടങ്ങി ഡിഫോൾട്ട് റിസ്കിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെറ്റ് ഫണ്ട്സ് പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലേക്ക് പോയിട്ട് വേണം ഈച്ച് ആൻഡ് എവറി ഡെറ്റ് ഫണ്ട് നമ്മൾ പിക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 റിസ്ക് കാര്യങ്ങളും നമ്മളെ അവയർനെസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡെറ്റ് ഫണ്ട് ഉള്ളവരെല്ലാവരും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലേക്ക് പോവുക. അതിനകത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എത്രയുണ്ട്, AAA പേപ്പേഴ്സ് എത്രയുണ്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി നമ്മുടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വാല്യൂ ആഡ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇതെങ്ങനെയുണ്ടായിരുന്നു, ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ബോക്സിലൂടെ. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യാനും, ബാക്കി എല്ലാ വീഡിയോസും ഈ ചാനലിനകത്തുള്ള കണ്ടന്റ് ആയിട്ട് നിങ്ങൾ കാണുക. ഒത്തിരി വാല്യൂ ആഡിങ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.